പോലെ തന്നെ നമ്മൾ മിഡിൽ ഈസ്റ്റ് തന്നെ തുടങ്ങിയാണ്. അപ്പോൾ ഇതിൽ ഇറാൻ ഏതാണ്ട് 200 തവണ ഇസ്രായേലിൻ്റെ സൈബർ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഷിൻബെറ്റ് അഥവാ ഇസ്രായേലിൻ്റെ ഇന്റർണൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ഷിൻബെറ്റ് അറിയിച്ചിരിക്കുന്നത്. അത് അവർ ഹയർ ഒഫീഷ്യൽസിൻ്റെ റാങ്കിലുള്ള ആൾക്കാരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യാനാണ് മാക്സിമം ശ്രമിച്ചത്. അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യാനും അതിലൂടെ അവരുടെ ഫ്യൂച്ചർ അറ്റാക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത് ഷിൻബെറ്റ് പൊളിച്ച് കൈ കൊടുത്തിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അത് 200 തവണ അവർ റിപ്പീറ്റഡ് ആയിട്ട് ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത. കഴിഞ്ഞ 3 മാസം കൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഏതാണ്ട് 600 സ്ട്രൈക്സ് നടത്തിയിട്ടുണ്ട്. അതായത് 600 ലൊക്കേഷൻസ് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവർ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിരിക്കുന്ന വാർത്ത. പക്ഷെ അതിൽ ഇസ്രായേലിന്റെ പക്കൽ കൃത്യമായിട്ടുള്ള എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡേറ്റ പുറത്തു വന്നിട്ടില്ല. അത് ഒരേ ഒരു സൈഡ്, അതായത് ഹമാസിന്റെ സൈഡിൽ നിന്ന് വരുന്ന ആ പാലസ്തീനിയൻ റിപ്പോർട്ട് മാത്രമാണ് കയ്യിലുള്ളത്. അതിലുപരിയായിട്ട് വേറെ റിപ്പോർട്ട്സ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഒഫീഷ്യലി അവരുടെ കയ്യിൽ വേറെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കാണിക്കുന്ന ഒരു ഫിഗർ, അതായത് ഈ 42,000 50,000 എന്ന് പറയുന്ന ആ ഫിഗർ ഒന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു USA പൗരനായിട്ടുള്ള ഒരു ജൂവിഷ് ഹോസ്റ്റേജ് ബന്ദിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായ പ്രൊപ്പഗൻഡ വെച്ചുകൊണ്ടാണ് ആ വീഡിയോ പുറത്തു വന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. കറക്റ്റായിട്ട് അതിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേരും അതേപോലെ തന്നെ ട്രംപിന്റെ പേരും തന്നെ അതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ശരിക്കും ഇസ്രായേൽ ഇതിനെ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും എയ്ഡൻ അലക്സാണ്ടർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നലെ സ്കൈ ന്യൂസ് അറേബ്യ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് ഖത്തറിലേക്ക് സീനിയർ ഹമാസ് ഒഫീഷ്യൽ ഒരാൾ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ആ ഒരു വാർത്ത. പക്ഷെ പെട്ടെന്ന് തന്നെ അവരതിനെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഖത്തറിന്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഖത്തർ ഇതുവരെ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. ഈ സ്കൈ ന്യൂസ് അറേബ്യ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അഥവാ ഹമാസിന്റെ ലീഡർ ഖത്താറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഖത്താറിന് അതിൽ കുറച്ച് ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഓൾറെഡി തന്നെ ഖത്താറിൽ നിന്നും അവരെ പടിയടച്ച് പിണ്ടം വെച്ചതാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഖത്താർ അവരെ വെൽക്കം ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഖത്താർ തന്നെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒമർ ന്യൂട്ര എന്ന് പറഞ്ഞ ഒരു ബന്ദി, ഈ ബന്ദിയായിട്ട് ഒക്ടോബർ 7-ാം തീയതി തന്നെ പിടിച്ചുകൊണ്ട് പോയതാണ് ഈ ഒരു ചെറുക്കനെ. US സിറ്റിസൺ ആണ്, ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട US പൗരനാണ്. അപ്പൊ അവൻ ശരിക്കും 7-ാം തീയതി തന്നെ ഇവർ കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഡെഡ് ബോഡി ഗാസയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എവിടെയാണ്, ഏത് ലൊക്കേഷനാണെന്നുള്ളതിനെ കുറിച്ചൊന്നും എവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇത് ഗാസയിലാണ് ഈ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ IDF പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഈ ഒരു വാർത്ത വെളിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇന്നലെ പ്രധാനമായിട്ട് ഒരു സീസ് ഫയർ വയലേഷൻ അത് കൃത്യമായിട്ട് ലബനാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലബനാൻ മീൻസ് ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു സീസ് ഫയർ വയലേഷൻ നടന്നിരിക്കുന്നു. നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് 2 മോട്ടാർ ഷെല്ലുകൾ അവർ അറ്റാക്ക് നടത്തിയതായിട്ടാണ് ഇസ്രായേൽ കൺഫേം ചെയ്തിരിക്കുന്നത്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും അതിൽ ലൈഫ് ത്രെട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, ആൾക്കും പരിക്കൊന്നുമില്ല, കൃത്യമായ ടാർഗറ്റ് അറ്റാക്കുമല്ല. ഒരു സീസ് ഫയർ വയലേഷൻ നടത്തി നോക്കിയാൽ എന്താണ് എന്നുള്ള ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അറ്റാക്ക് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതിനപ്പം തന്നെ ഇസ്രായേൽ മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ തന്നെ ലബനാൻ, സൗത്ത് ലബനാൻ ഭാഗത്ത് അനൗൺസ്മെന്റ് കൊടുക്കുകയും ബെക്ക വാലിയുടെ ആ ഒരു പരിസരത്താണ് അനൗൺസ്മെന്റ് കൊടുത്തത്. ആ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഒരു 4 മണിക്കൂറിന് ശേഷം ഇസ്രായേൽ അവിടെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. എയർ സ്ട്രൈക്ക് ആണ് ചെയ്തത്. ബെക്ക വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എയർ സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ ഇങ്ങനെ തുടരെ ഇങ്ങനെ സീസ് ഫയർ വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഒപ്പീനിയൻ. പക്ഷെ ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ഫ്രാൻസും ഉള്ളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രാൻസ് ഇന്നലെ തന്നെ തിങ്കളാഴ്ച തന്നെ ലെബനാൻ വിസിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ വിസിറ്റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. സീസ് ഫയർ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ടാണ് പരമാവധി ഉരുത്തിരിഞ്ഞ് വരുന്നത്. കാരണം ഈ സീസ് ഫയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വയലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ശരിക്കും ഈ ലെബനാൻ ഭാഗത്ത് നിന്ന് ഹെസ്ബുള്ളയ്ക്ക് ഒരു തരത്തിലും വെപ്പണോ ഒന്നും തന്നെ ആംസ് ഒന്നും കടത്തിക്കൊണ്ട് സിറിയയിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പൊ ആ സൈഡിലും നല്ല രീതിയിലുള്ള ഒരു അറ്റാക്ക് സിറിയയിൽ നിങ്ങളിപ്പോ ഈ കാണുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഷർ അൽ അസാദ് എന്ന് പറഞ്ഞ ആ സിറിയൻ ലീഡറിന്റെ വലിയൊരു പോസ്റ്റർ വലിച്ചു കീറുന്ന ഒരു ഏർപ്പാടാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അത് അത്രമാത്രം അവിടെ ഈ റിബൽസ് എന്ന് പറഞ്ഞ ആൾക്കാർ നല്ല രീതിയിൽ ഡോമിനേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അലപ്പോ എന്ന് പറഞ്ഞ ആ ഒരു നഗരത്തിന്റെ വീഴ്ച ഈ അസാദ് എന്ന് പറഞ്ഞ ആ സിറിയൻ ലീഡറിന്, ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള ആ ലീഡറിന് നല്ല രീതിയിലുള്ള ക്ഷീണം ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ അസാദിന്റെ എതിർചേരിയിലുള്ള ആൾക്കാരൊക്കെ കൂടി ഒത്തുചേർന്ന് ഇനിയും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയാണ് അവിടെ ഒരുങ്ങുന്നത്.
ഹെൽത്ത് മിനിസ്റ്റർ ലെബനാൻ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ അറ്റാക്കിൽ. സൗത്ത് ലെബനാൻ ഭാഗത്ത് ഇസ്രയേലിന്റെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന ആ സ്ഥലത്ത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ലെബനാന്റെ ഹെൽത്ത് മിനിസ്റ്റർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലെബനാൻ ആർമി ഒഫീഷ്യലി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 6000 സോൾജേഴ്സിനെ അവർ ലിറ്റാനി റിവറിന്റെ സൗത്ത് ഭാഗത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. അതായത് 6000 പേരെ പോസ്റ്റ് ചെയ്യുന്നത് ഇത് തികച്ചും ഇന്നലെ ഹെസ്ബുള്ള പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ യോജിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെസ്ബുള്ളയുടെ ആർമി തന്നെ ആയിരിക്കും, ഹെസ്ബുള്ളയുടെ ബറ്റാലിയൻസ് തന്നെ ആയിരിക്കും ഈ ലെബനാൻ ത്രൂ ഈ ലിറ്റാനി റിവർ ഭാഗത്ത് വരാൻ പോകുന്നതെന്നുള്ളതാണ് മാക്സിമം ആയിട്ടുള്ള അനുമാനം. ഇസ്രയേലും അത് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഓപ്പൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇവര് സൗത്ത് ലെബനാൻ ഭാഗത്ത് വന്നിട്ട് എന്താണ് ഇവിടെ കാണിക്കാൻ പോകുന്നുള്ളത് ഇസ്രയേൽ മോണിറ്റർ ചെയ്യാൻ പോകുന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള ഇടപാടോ അല്ലെങ്കിൽ ഈ ഇവരുടെ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഈ IDFന്റെ ഭാഗത്ത് ഹിസ്ബുള്ളയുടെ നോട്ടിഫൈഡ് പീപ്പിൾ ആയിട്ടുള്ള ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. അതിൽ പെടുന്ന ആൾക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലെബനാനും ചേർത്ത് തന്നെ ഫ്യൂച്ചറിൽ അടി ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇസ്രയേൽ ഇതിന്റെ കെണി ഒരുക്കുന്നത്. ഇവര് ഈ ഹിസ്ബുള്ള തീർച്ചയായിട്ടും ലെബനാൻ ആർമിയിലൂടെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പുതിയ നയീം കാസിം അയാൾ സംസാരിച്ച ആദ്യത്തെ ദിവസം തന്നെ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അയാൾ സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഞങ്ങൾ ലെബനാന്റെ ആർമിയെ സ്ട്രെങ്തൻ ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും ഞങ്ങൾ അതിന്റെ കൂടെ ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിൽക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ശരിക്കും ശരിവെക്കുന്നത്, കാരണം ലെബനാൻ ആർമിക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റദ്വാൻ ഫോഴ്സ് പോലെയുള്ള ട്രെയിനിങ് നേടിയ ആൾക്കാരെ കൊണ്ട് ഈ ലെബനാൻ ആർമിയിലൂടെ ഈ സൗത്ത് ലെബനാൻ ഭാഗത്ത് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാനും അവിടെ പോസ്റ്റ് ചെയ്യാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ശരിക്കും ഈ ഒരു ട്രംപിന്റെ ഒരു താരിഫ് ഉയർത്തിയതിൽ, അതായത് ഇമ്പോർട്ട് ടാക്സ്, ഡ്യൂട്ടി ടാക്സ് ഉയർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരിക്ക് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ ചെയ്യേണ്ടതുണ്ട്, ട്രംപ് വന്ന് പദവിയിൽ കയറുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള US ട്രേഡ് ചെയ്യുന്ന ബിസിനസ് സെക്ടറിലുള്ള ആൾക്കാരും അതേപോലെ ചൈനയിലും ഈ ഒരു വിഷയം വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ജനുവരിക്ക് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചുള്ള നടപടിക്രമങ്ങൾ വളരെ തകൃതിയായിട്ട് ചൈനയ്ക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ ഇതേ വിഷയത്തിൽ ട്രൂഡോ ട്രംപിനെ കണ്ട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ട്രംപിനെ ഫ്ലോറിഡയിൽ ചെന്ന് പുള്ളിയുടെ വസതിയിൽ ചെന്ന് കണ്ട് സംസാരിക്കുകയുണ്ടായി. പക്ഷെ അതിൽ നിർണായകമായിട്ടുള്ള ഈ താരിഫ് ഹൈക്കിങ്ങിൽ യാതൊരുവിധ റെസൊല്യൂഷനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കണ്ടു, ഫ്രണ്ട്ലിയായി സംസാരിച്ചു, നല്ല രീതിയിൽ ചായയും കാപ്പിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഈ താരിഫിനെ കുറിച്ചുള്ള ഒരു രീതിയിലുള്ള നീക്കുപോക്കുകളോ ഒരു ചർച്ചയും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ പോയ ട്രൂഡോയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. ട്രൂഡോയുടെ മനസ്സിലുണ്ട് എന്ത് ചോദിക്കണം എന്നുള്ളത്. പക്ഷേ ട്രംപ് അറിയാമല്ലോ, അത് എന്റർടൈൻ ചെയ്തില്ല ഒരിക്കലും. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു പേഴ്സണൽ ടോക്ക് അല്ലെങ്കിൽ പേഴ്സണൽ വിസിറ്റ് ആയിട്ടാണ് പുള്ളി കരുതിയത്. ഇതിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അതോടുകൂടി ട്രൂഡോ നല്ല രീതിയിൽ വായും പൊത്തിക്കൊണ്ട് തിരിച്ച് കാനഡയിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ അടുത്ത റഷ്യയുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പാകിസ്ഥാനിൽ കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ചാണ്. ഫിനാൻഷ്യൽ ഹെൽപ്പാണ് അവർ അന്വേഷിക്കുന്നത്. അവർക്ക് ഫൈനാൻഷ്യലി റഷ്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്നുള്ളത് ചൈനയെ കുറച്ചുകൂടെ പുഷ് ചെയ്തുകൊണ്ട് ചൈന ത്രൂ റെക്കമെൻഡേഷൻ കിട്ടുമോ, അങ്ങനെ റഷ്യ എങ്ങനെയും പാകിസ്ഥാനിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു റിക്വസ്റ്റുമായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിത്യേന ടെററിസ്റ്റ് അറ്റാക്കാണ്. തീവ്രവാദ നടപടികളും തീവ്രവാദപരമായിട്ടുള്ള നടപടികളെ പ്രോത്സാഹിപ്പിക്കലും, അവിടെ ഷിയ സുന്നി ഇഷ്യൂ ഒരു സൈഡിൽ, ഖൈബർ പഖ്തൂൺവ ഭാഗത്തുള്ള കുറെ റിബൽസ്, അതേപോലെ ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ മേഖലയിലുള്ള റിബൽസ്, ഇതൊക്കെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ UAE വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. UAEയിൽ അവരുടെ നാഷണൽ ഡേ പ്രമാണിച്ച് ആ ഒരു വിസിറ്റ് അവിടെ നടക്കുകയുണ്ടായി. അവരുടെ ഈദ് അൽ ഇത്തിഹാദ് എന്ന് പറഞ്ഞ ഒരു ദിവസമാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത്. UAEയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ദുബായിയുടെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദിനെ കണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവർ തമ്മിലുള്ള ആ സംഭാഷണത്തിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ചൊക്കെയുള്ള സംസാരം ഉരുത്തിരിഞ്ഞ് വന്നതായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ UAEയുടെ സ്പോർട്സ് മിനിസ്റ്റർ ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. അബ്ദുൽ നാസർ അൽ ഷഹ്ലി ഒഫീഷ്യലി ഒരു പ്രൊപ്പോസൽ വെച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മാച്ച് നമുക്ക് ദുബായിൽ നടത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചനയുമായിട്ട് അതിന്റെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ICC മുന്നോട്ട് എടുക്കുന്ന മുറയ്ക്ക് അത് മാക്സിമം ദുബായിൽ തന്നെ നടക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ റഷ്യ ഒരു പൊട്ടാസ് പണി ചെയ്തിട്ടുണ്ട്. റഷ്യ ഒരു റഡാർ സാറ്റലൈറ്റ് 1 ഡിസംബറിൽ ഡിസംബറിൽ കൊണ്ടോർ FKA2 എന്നാണ് ഈ ഒരു റഡാർ സാറ്റലൈറ്റിന്റെ പേര്.
അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പേരിട്ടിരിക്കുന്ന കൊണ്ടോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു റഡാർ സാറ്റലൈറ്റ് വളരെ ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റഡാർ സാറ്റലൈറ്റ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള റെസൊല്യൂഷൻ ക്യാമറാസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നതിനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. പിന്നെ റഷ്യ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ക്ലൈമറ്റ് ചേഞ്ചിനും അമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ കാലാവസ്ഥയും വെതർ കണ്ടീഷനൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാ സാറ്റലൈറ്റ് വിടുന്ന സമയത്തും എല്ലാ രാജ്യങ്ങളും അവരുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണ റഷ്യ ഇറാന് വേണ്ടി സാറ്റലൈറ്റ് വിട്ടപ്പോഴും ഇറാനും ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ റഷ്യ വിട്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് റഡാർ സാറ്റലൈറ്റ് വിട്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് യുക്രൈനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വിട്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹൈ റെസൊല്യൂഷൻ ക്യാമറ വെച്ച് ഇവരുടെ കൃത്യമായിട്ടുള്ള മിലിറ്ററി മൂവ്മെന്റ്സ് മോണിറ്റർ ചെയ്യാനും കൃത്യമായ സ്ഥലങ്ങൾ ആക്രമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന രീതിയിലാണ് ഈ ഒരു സാറ്റലൈറ്റ് ഈ സമയത്ത് വിക്ഷേപിച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതെല്ലാത്തിന്റെ ഇടയിൽ ഒരു വിഷയം കൂടെ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ മുംബൈയിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ 3 പേരും കൂടെ ചേർന്ന ഒരു മീറ്റിംഗ് മുംബൈയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ചബഹാർ പോർട്ടിന്റെ ഫർദർ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത് അടുത്ത ലെവലിലേക്കുള്ള നെക്സ്റ്റ് ഫേസ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ചർച്ച നടത്താനാണ് അവിടെ മുംബൈയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഇത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും ഇന്ത്യയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇരിക്കുന്നത് ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് ചബഹാർ പോർട്ടിന്റെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതറിയാലോ, ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പല രീതിയിലും ഹെൽപ്പ് ആകുന്ന, ലാൻഡ് വഴി തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് ഈ ചബഹാർ പോർട്ട്. അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. പിന്നെ UAE വരുന്ന ജനുവരി മുതൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കാനുണ്ട്. അതില് കുറച്ച്, അതായത് UAE താമസിക്കുന്ന റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് അവരുടെ മന്ത്ലി ബഡ്ജറ്റിൽ ചെറിയൊരു താളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതിൽ അവരുടെ സാലിക് എന്ന് പറഞ്ഞ ടോള്, റോഡിൽ പിരിക്കുന്ന ടോളാണ്, നമ്മുടെ നാട്ടിൽ പിരിക്കുന്ന ടോള് പോലത്തെ അവിടെ പിരിക്കുന്ന ഒരു ടോളാണ് ഈ സാലിക് എന്ന് പറയുന്നത്. അത് ഇത്രയും നാളും ഒരു തവണ ഒരു സാലിക്കിന് 4 ദിർഹംസ് ആണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് 6 ദിർഹംസ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് പീക്ക് ടൈമിൽ രാവിലെയും വൈകുന്നേരവും ഓഫീസ് ടൈമുകളിൽ ഈ ഒരു യാത്ര ചെയ്യുമ്പോഴത്തേക്കും സാലിക് ചാർജ് 4 പകരം 6 ദിർഹംസ് ഈടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഹൗസിൽ റെസിഡൻസ് ആയാലും ബിസിനസ്സിനായാലും സീവേജ് ചാർജസ്, ഡ്രെയിനേജിന്റെ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 3 വർഷങ്ങളിലായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഏതാണ്ട് ഒരു ഗാലന് 1.5 ദിർഹംസ് വെച്ചിട്ടാണ് അതിന്റെ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നത്. ഈ വർഷം പ്രാഥമികമായിട്ട് 1.25 ദിർഹംസും പിന്നെ ഗ്രാജുവലി അത് 2-3 ദിർഹംസ് വരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് 2026 വരെയാണ് അതിന്റെ ഒരു ചാർട്ട് ലൈൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പാർക്കിംഗ് ഫീ, പാർക്കിങ്ങിന് ഒരു മണിക്കൂറിന് 4 ദിർഹംസ് ആണ് പാർക്കിംഗ് ചാർജ് ഇപ്പോൾ നിലവിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് ഒരു മണിക്കൂറിന് പീക്ക് ടൈമിൽ 6 ദിർഹംസ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കുറച്ചുകൂടെ ലിവിംഗ് എക്സ്പെൻസ് ദുബായി സംബന്ധിച്ചിടത്തോളം കൂടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.